നമ്മൾക്ക് ഹോട്ടലിൽ പോയിട്ട് മീൻ പൊള്ളിച്ചത് കഴിക്കാറില്ലേ? ഇനി നമുക്കത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയാലോ? നല്ല ഫ്രഷ് വാഴയിലൊക്കെ കിട്ടാനുണ്ടെങ്കിൽ നമുക്കിതൊക്കെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിസ്മിൻ വ്ളോഗ്സ്. സാധാരണ എല്ലാവരും ഇത് കരിമീനൊക്കെ വെച്ചാണ് ചെയ്യാറുള്ളതെങ്കിൽ നമുക്ക് എന്ത് മീൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എനിക്കിവിടെ കിട്ടിയേക്കുന്ന അയിലയാണ്, ഇത്തിരി ചെറിയ അയിലയിപ്പോയി കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഈ സാധനമൊന്നും കളയില്ല കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ അതൊക്കെ കളയും. എന്നാലും ഞാൻ ഉള്ളൊക്കെ നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് വറക്കാനുള്ള മസാല പരട്ടിയെടുക്കാം. അത് ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിലേക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മൂടി സുർക്കയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊക്കെ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ മസാല പറ്റിയ മീനൊന്ന് വെച്ച് വറുത്തെടുക്കാം. സാധാരണ നമ്മൾ മീൻ വറുക്കുന്നത് പോലെ നല്ലപോലെ ഇത് മൊരിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. കാരണം ഇതിനൊന്ന് ചെറിയൊരു മുരിച്ചിലേ പാടുള്ളൂ, ഒരു ഹാഫ് കുക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ അത്രേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ആ തക്കാളിയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നീട് നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്യാം. അതിന് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം മല്ലിപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു മൂടി സുർക്കയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച ശേഷം നല്ലോണം ഒന്ന് അടച്ചു വെച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ കലാപരിപാടി കേട്ടോ. നമുക്ക് ഈ മീനൊന്ന് ഇതിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അത് ഞാൻ ആദ്യം തന്നെ ആ മസാല 1 സ്പൂൺ ഇട്ട ശേഷം, ചെറിയ അയിലായതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ 2 എണ്ണം വെച്ചെടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് 1 എണ്ണം വെച്ചാൽ മതിയാവും. മീനിൻ്റെ മുകളിലും കുറച്ച് മസാല ഇട്ട് കൊടുക്കണേ. ഇനി ഞാനിത് കെട്ടാനായിട്ട് എടുത്തേക്കുന്നത് വാഴയുടെ തന്നെ നാരാണ്. ഇത് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വാഴയിലയുടെ 2 സൈഡും കൂടി കവറിങ് ആവണം. എനിക്കിവിടെ കിട്ടിയത് കുറച്ച് ചെറുതായതുകൊണ്ട് സൈഡ് എനിക്ക് മടക്കി വെക്കാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ സൈഡ് കൂടി ഒന്ന് മടക്കി വെച്ചാൽ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ അതുകൊണ്ട് അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. പാൻ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വേണം കേട്ടോ നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാൻ. നല്ലപോലെ മൂടി വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. വാഴയിലേയുടെ ഉള്ളിലിരുന്നിട്ട് നല്ലപോലെ മീനിലേക്ക് മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.